ഉണ്ടാവൂ. ഇപ്പൊ എല്ലാം കീറാണ്, സിസേറിയനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ 2 പിള്ളേരൊക്കെ പറ്റുള്ളൂ. രണ്ടാമത് ഡോക്ടർ പറയും ഇനി സ്ഥലമില്ല കീറാവുകൊണ്ട് 2ലൊക്കെ നിർത്തും. പിന്നെ കുടുംബാസൂത്രണം വന്നവൻ V2 അവർ 1, നാം 2 നമുക്കൊന്ന്. ചിലർക്ക് പറക്കത്തിന് വേണ്ടി അരമുറിയൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 16 മക്കൾ, അതുകൊണ്ട് വലുതും അടക്കം എന്തോരാളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 16 മക്കളാ. ബാക്കിയുള്ളവർ പറയും മുസ്ലിങ്ങൾക്ക് മക്കളുണ്ടാണോ തന്നെ ഓമയ്ക്ക കുത്തിയിടണവര്. ഒന്നീ കുത്തിയാ പടപടാനെയാണ് ഓമയ്ക്ക. ഇത്രയും മക്കളുണ്ടായിരുന്നു. ഇപ്പൊ ആകെ 1 2 ആണുള്ളത്. മറിയം പിന്നെ ഡോക്ടർമാര് ചെയ്യുന്ന ഒരു ജോലി, ലേബർ റൂമിൽ ഒരു സ്ത്രീയെ പ്രസവിക്കാൻ വേണ്ടി കയറ്റിയാല് ഡോക്ടർമാര് പറയും ലേബർ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? നടക്കാൻ പറയും. എന്തിനാണ്? പ്രസവം സുഗമമാകാൻ വേണ്ടി, ഇല്ലേ? പറയൂലേ? കേട്ടാ പറയുന്നത്. അവര് ലേബർ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറയും. എന്തിനാണ്? പ്രസവം പെട്ടെന്ന് നടക്കാൻ വേണ്ടി. അള്ളാഹ് മറിയം ബീവിയെ താഴെ കൊണ്ട് വെള്ളം കൊടുത്തു. ആ മരുഭൂമിയുടെ താഴെ അരുവി ഉണ്ടാക്കി അള്ളാഹ് ആ ഈത്തപ്പന മരം നിന്നതിന്റെ ചുവട്ടിൽ തന്നെ വെള്ളം ഉണ്ടാക്കി കൊടുത്തുവിടായിരുന്നു. താഴെ ഉണ്ടാക്കി അള്ളാഹ് അവിടെ തന്നെ ഉണ്ടാക്കാമല്ലോ. അള്ളാഹ് പറഞ്ഞേ വേണ്ട, നീ താഴെ പോയി കുടിച്ചിട്ട് പോവാ. അവിടെ നിന്ന് വീണ്ടും അള്ളാഹു മേളിലോട്ട് നടത്തി ഈത്തപ്പന മരത്തിൽ പോയി കുലുക്ക്. എന്തിനാണ്? അള്ളാഹു ലേബർ റൂമിൽ ഡോക്ടർമാര് നടത്തും പോലെ മറിയം ബീവിയെ നടത്താണ്, കുന്നീന്ന് താഴോട്ട് മുകളിലോട്ട്. എന്തിനാ? പ്രസവം പെട്ടെന്ന് നടക്കട്ടെ. ഇത് കണ്ടിട്ടാണ് ഡോക്ടർമാര് നടക്കാൻ പറഞ്ഞത്. ഇത് ഖുർആനിലല്ലാതെ കാണാൻ പറ്റുമോ? പാവം മറിയം ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. അല്ലാഹു പറഞ്ഞു, മറിയമേ വഹുസ്നി ഇലൈകി ബിജിദിൻ നഖിലതി തുസാഖിത അലൈകി റുതബൻ ജനിയാ. ഈത്തപ്പന മരത്തിൽ പിടിച്ചു കുലുക്ക് കൊള്ളുക. പാകമായി ഈത്തപ്പഴം വീഴാൻ പോവുകയാണ്. സഹോദരങ്ങളെ, മറിയം ബീവി മരത്തിൽ പിടിച്ചിട്ട് ബലമായിട്ട് കുലുക്കാൻ തുടങ്ങി. എന്നതാ ചുവന്നു തൊടുത്ത ഈത്തപ്പഴങ്ങള് താടോട്ട് വീണു. അതിന്റെ കൂടെ തന്നെ താടോട്ടതാ ഈത്തപ്പഴത്തേക്കാൾ ചുവന്നു തൊടുത്ത കുഞ്ഞും അതിന്റെ കൂടെ താടോട്ട് വീണു. ഈത്തപ്പഴം പടപടാന്ന് വീടുമ്പോ അതിന്റെ ഇടയിൽ ഈത്തപ്പഴത്തേക്കാൾ ചുവന്നു തൊടുത്ത കുഞ്ഞതാ താടോട്ട് വീടുന്നു. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. ഈത്തപ്പഴവും താടോട്ട് വീണു, അറിയാതെ കൂടെ കുഞ്ഞും താടോട്ട് വീണു. മറിയം ബീവിയതാ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ആ പ്രസവമങ്ങ് കഴിഞ്ഞപ്പോ അള്ളാഹു പറയുന്നു, മറിയമേ ഫകുലി വശ്റബി വഖർരി ഐനാ. മറിയമേ ധാരാളം കുടിക്കുകയും തിന്നുകയും ചെയ്തോ മറിയമേ. ഇതൊക്കെ നിങ്ങൾ കേട്ടോളീ. ഖുർആൻ പറഞ്ഞാല് പ്രസവം കഴിഞ്ഞു. പ്രസവം കഴിഞ്ഞിട്ട് അള്ള പറഞ്ഞെന്താ? ഫകുലി വശ്റബി വകർരി ഐന. മറിയമേ ഫകുലി, നീ നന്നായിട്ട് തിന്നോ, വശ്റബി നന്നായിട്ട് കുടിച്ചോ, വകർരി ഐന, നിന്റെ കണ്ണ് നന്നായിട്ട് കുളിർമയുള്ളതായി വരട്ടെ. പ്രസവം കഴിഞ്ഞിട്ട് പ്രസവിച്ച പെണ്ണിന് എന്തൊക്കെയാ കൊടുക്കണ? തെങ്ങും പൂക്കലാതിലേഖം, ദശമൂലാരിഷ്ടം, നെല്ലിക്കാരിഷ്ടം, പിന്നെ കിണ്ടീത്, കിണ്ടാത്തത്, വറുത്തത്, പൊരിച്ചത്, എല്ലാം പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ പിന്നെ പെണ്ണിന് ധാരാളം ഭക്ഷണം കൊടുക്കും. ഖുർആനാണ് ആദ്യമായിട്ട് ലോകത്ത് ഇത് പറഞ്ഞു കൊടുത്തത്. മറിയമിന്റെ പ്രസവം കഴിഞ്ഞ ഉടനെ അള്ള പറഞ്ഞത് എന്താ? മറിയമേ ഫകുലി, നീ നന്നായിട്ട് തിന്നു. അതുകൊണ്ട് പ്രസവിച്ച് കിടക്കുന്നതൊക്കെ കാര്യമായിട്ട് കഴിച്ചോളി, ഒരു കുഴപ്പമില്ല ഖുർആൻ പറഞ്ഞു. വശ്റബി, നീ കുടിച്ചോ. ഇത് അള്ള പറയുന്നല്ലേ, അള്ള പറയുന്നല്ലേ, നീ ധൈര്യമായിട്ട് കുടിച്ചോ, തിന്നോ. വകർരി ഐന, നിന്റെ കണ്ണൊക്കെ നന്നാവട്ടെ. പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് എഴുന്നേക്കും എന്തോ ഒരു മൊഞ്ച. അള്ള പറഞ്ഞു, നീ നല്ല മൊഞ്ചത്തിയാവട്ടെ, ധാരാളമായി കഴിച്ചുകൊള്ളുക. പക്ഷെ മറിയമിന്റെ വിഷമം ഇതൊന്നും അല്ല. കുടിക്കണോ തിന്നണമൊക്കെ പിന്നത്തെ കാര്യം. അല്ലാഹുവേ, ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നാട്ടിലോട്ട് പോയി ആളുകളോട് എന്ത് സമാധാനം പറയും? ഈ കുഞ്ഞെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ആളുകളോടെന്ത് പറയും? മറിയമിന്റെ വിഷമം എവിടെയാണ്? കല്യാണം കഴിഞ്ഞിട്ടില്ല, പരപുരുഷ സ്പർശനമുണ്ടായിട്ടില്ല. അല്ലാഹുവേ, ഞാൻ ആളുകളോട് എന്താണ് പറയുക? അവരുടെ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയുക? ആ മറുപടിയും അള്ള തന്നെ പറഞ്ഞു കൊടുത്തു. മറിയമേ, ദുഃഖിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പറയുന്ന മിനൽ ബശരി അഹദാ, ആരെങ്കിലും നീ കണ്ടുമുട്ടിയാൽ അവരോട് നീ പറയണം, ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാൻ
സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ആരെങ്കിലും നിന്നോട് ചോദ്യം ചോദിച്ചാൽ നീ പറയണം അല്ലാഹുവിന് വേണ്ടി മൗനവ്രതമിരിക്കുകയാണ്. ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഞാൻ ആരോട് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. അല്ല പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, കൊച്ചിനെ കൊണ്ട് നിന്റെ നാട്ടിലോട്ട് പോക്കോ. ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ പറയണം ഇന്നീ നഗരത്തിൽ റഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു നേർച്ച ഇട്ടേക്കാണ്, മൗനവ്രതം നേർച്ചയാക്കിയിരിക്കുകയാണ്. പല നുക്കല്ലിമൽ യൗമ ഇൻസിയ, ഇന്നിപ്പോ ഞാൻ ആരോട് സംസാരിക്കില്ല, മൗനവ്രതത്തിലാന്ന് പറഞ്ഞൊഴിഞ്ഞേരെ. മറിയം ബീക്ക് സമാധാനമായി അള്ള പറഞ്ഞ പോലെ പറഞ്ഞാൽ മതിയല്ലോ. ഖുർആൻ പറയുന്നതിന് എത്ര സുന്ദരമായിട്ട് അള്ളാന്റെ ഖുർആൻ പറയുന്നത്. മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, മിണ്ടായിരിക്കും സഹോദരിമാരൊക്കെ മിണ്ടായിരിക്കും, മിണ്ടല്ലേ, ഇതിന്റെ ഇടയിൽ മിണ്ടല്ലേ. ഇവിടെ കേക്ക്. നമുക്ക് ഈ വലിയൊരു പ്രശ്നമുണ്ട് മനുഷ്യൻ, എന്താണെന്നറിയാവോ? അവിടെ പേടിപ്പിക്കലേ. നമ്മളോട് ഈ ഒരു ദിവസം പട്ടിണി ഇരിക്കാൻ നമുക്ക് ഒരു ദിവസം മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഈ റമദാൻ 30 ദിവസം നമ്മൾ നോമ്പ് പിടിക്കും. സുബഹി മുതൽ മഗ്രിബ് വരെ ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ഉമിനീര് പോലും ഇറക്കാതെ നോമ്പ് പിടിക്കും. പക്ഷെ അള്ളാഹ് എങ്ങാനും സുബഹി മുതൽ മഗ്രിബ് വരെ മിണ്ടാതെ